അമ്മയോട് ക്ഷമിക്കും. നിന്നെ കൂടെ കൊണ്ടുപോകാനാവില്ല അമ്മയ്ക്ക്. ഇവനാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ. ജന്മം മുതൽ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. ഈശ്വരന് പറ്റിയ കൈപ്പിഴയാണോ എന്നറിയില്ല. ഇവന് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും. വലിയൊരു കാട്ടിലകപ്പെട്ടു ഞാനോ വഴിയൊന്നും കാണാതലയുമ്പോൾ ആരാത്? അയ്യോ, ഇതൊരു കുട്ടിയാണല്ലോ. മോനെ, മോനെ, എഴുന്നേറ്റേ. നീ ഏതാ? ആരാ? എന്താ? മോൻ കരയല്ലേ? പറയ്, ആരാ നീ? എവിടെന്നാ? എന്താ? ഓ നിനക്കാരുമില്ലേ? പറയ് മോനെ, പറയ്. വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് നടക്കാൻ. ഇന്ന് ചോദിച്ചിട്ട് എന്നാ കാര്യം? ഇങ്ങോട്ട് നടക്ക. നോക്കിയേ, തന്റെ പൊട്ടക്കണപ്പ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? എന്താന്നോ കണ്ടോ? നിന്റെ കുരുത്തം കൊലി കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ കൊച്ചിന്റെ തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചു വെച്ചിരിക്കുക. ചേച്ചി ഒന്ന് സമാധാനിക്കും, ഞാൻ അവനോട് ചോദിക്കാം. നീയല്ലേ എന്റെ കൊച്ചിന് നല്ല കല്ലെറിച്ച് പൊട്ടിച്ചത്? സത്യം ചെയ്യില്ല. പിന്നെ ചെയ്യില്ല. കണ്ടില്ലേ, അവനങ്ങനെ ചെയ്യില്ല ചേച്ചി. വെറുതെ എന്റെ മോനെ കുറ്റം പറയല്ലേ. അയ്യേ, കുറ്റോ ഇവൻ തന്നെയാ. നിനക്ക് നിന്റെ മോൻ വലുതായിരിക്കും. ഇതിനൊക്കെ സമാധാനം പറയിക്കാതെ ഈ കാമലാക്ഷി ഇവിടെ നിന്ന് പോവില്ല. ആ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ട് തല്ലുകൊള്ളാനൊന്നും അല്ല. ബാക്കിയുള്ളവര് ദാശം മാറിക്കടി. നീയായി വെച്ചു കൊടുക്കുന്നത്. പറഞ്ഞിട്ട് നീ കേട്ടാ കണ്ടവന്റെ നോക്കിട്ട് കയറുന്നു. മാറിക്കടി. ബാക്കിയുള്ളവന് സ്വൈരം തരില്ലടാ. നിന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ട് കേൾക്കാതെ നശിച്ചവൻ, നാശം പിടിച്ചവൻ. കൊല്ലും ഞാൻ മോനെ. വാ, നീ എന്തിനാ പേടിക്കണേ? ഇതെന്റെ വീടാ. ആരാ? നീ അകത്തേക്ക് ചെല്ല്. ആരാ ഇവര്? എന്താ ഇവിടെ കാര്യം? ഇവളിനി ഇവിടെയാ, എന്റെ പെണ്ണായിട്ട്. ഇല്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. മറ്റൊരു പൊറുതി. അതിന് നീ ജീവിച്ചിരിക്കണമെന്ന് ആർക്കാടി നിർബന്ധം? എവിടെങ്കിലും പോയി ചാവടി അസത്തെ. നീ കയറിപ്പോ ചെല്ലാൻ.
ഇവിടെ തീരാം. നിങ്ങൾ സുഖമായി ജീവിച്ചു. എനിക്ക് സന്തോഷമാണെങ്കിൽ ഈ പൊട്ടനോടി കൊണ്ടുപോയിക്കോ. അസുരവിത്ത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും. ആ. എന്റെ ശിവനെ, നീ ഇവനെ എനിക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാണോ? ഞാൻ എടുക്ക ഇവനെ എന്റെ മോനായിട്ട്. ഇല്ല 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 ഇല്ല, ഇനി നീ എന്റെ മോനാ. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോൻ, എന്റെ മോൻ. മോൻ വാ 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 വാ. ആ നടക്കേ നടക്കേ. കരയല്ലേ കരയല്ലേ. വാ മോനെ. മോൻ വാ. ഇനി മുതൽ ഇതാണ് മോന്റെ വീട്. ഉറക്കായ അമ്മോ, അമ്മോ, അമ്മോ. ദേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് മോന് കൂട്ടായിട്ട്. ഇവൾ അമ്മു, കഥാനായിക. ചെറുപ്പത്തിലെ ഒറ്റപ്പെട്ടു പോയ ഇവൾക്ക് താങ്ങും തണലും ഈ അമ്മാവൻ ശങ്കരൻകുട്ടിയാണ്. എന്താ അമ്മാമ ഇത്രയും വൈകിയേ? എന്നാ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകൂടെ? എന്താ മോള് പേടിച്ച? പിന്നെ പേടിക്കാണ്ട്. എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊരു കഥയാണ് മോളെ. ഇത് കണ്ട ഇവനെ ശിവൻകോവിലിൽ നിന്ന് കിട്ടിയതാ. ആരും ഓരില്ല, അതൊരു പാവാ. അതുകൊണ്ടാ അമ്മ കൂടെ കൂട്ടിയെ. അമ്മുകുട്ടിക്ക് ദേഷ്യായോ? നമ്മുടെ അപ്പൂട്ടിനെ പോലെ ഉണ്ട് അല്ലേ അമ്മാമേ? അതെ, എന്താ പേര്? പേരില്ലേ? പൊട്ടനാ? അമ്മോ അങ്ങനെ പറയല്ലേ. അവനൊന്നും മിണ്ടാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അയ്യോ പാവം. അമ്മാമേ, ഓ അപ്പൊ നമ്മൾ എന്താ വിളിക്കാ? അപ്പൂട്ടിന്ന് വിളിച്ചാലോ? അല്ല, അതൊന്നും വേണ്ടമ്മോ. കഴിഞ്ഞതൊന്നും ഇനി ഓർമ്മപ്പെടുത്തണ്ട. നമുക്കിവനെ ഭഗവാൻ തന്നതാ വിഘ്നങ്ങൾ മാറ്റാൻ. അതുകൊണ്ട് നമുക്കിവനെ വിനായകൻ എന്ന് പേരിടാം. ആ, വിനയേട്ടൻ, നല്ല പേര്. അത് മതി. ഇവനിപ്പോ ഒന്നും മാറാനായിട്ട് എന്താ കൊടുക്ക? എന്റെ അപ്പന്റെ ഡ്രസ്സുകളാ. മോനിങ്ങോട്ട് വാ. ഇവിടെ ആകാശം നോക്കി മലർന്ന് കിടക്കാം. കണ്ട, ആകാശം നിറയെ നക്ഷത്രങ്ങളാ. നക്ഷത്രങ്ങളെ കണ്ട് കിടക്കാൻ നല്ല രസാ. നീ അവിടെ കൂടിയാ? ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഇവൻ വാസവൻ. ഇവനായിരിക്കാം ഈ ചിത്രത്തിലെ വില്ലനാകാൻ സാധ്യതയുള്ള ഒരാൾ. കാരണം ഇപ്പോൾ തന്നെ എല്ലാ വഷളത്തരങ്ങളുടെയും പര്യായമാണിവൻ.
എടാ ദേ അമ്മു. ആദ്യം കണ്ടപ്പോ വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തൊരു പാവ, അപ്പോയിട്ടിനെ പോലെ തന്നെയാ. എന്താ വഴിമാറ്? നീ എന്തിനാ എന്നോടെപ്പോഴും ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഇഷ്ടമല്ല നിന്നെ. ആ പൊട്ടം വന്നോണ്ടല്ലേ നിനക്ക് ഇത്ര പത്രാസ്. എന്റെ വിനേറ്റിനെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ വിടറ എന്നെ. ഇവിടെ വിനേട്ടാ, മാറടാ പൊട്ട. എന്തിനാ അവനോട് വഴക്കുണ്ടാക്കിയേ? അവൻ ചീത്ത വിളിച്ചിട്ടാ? ഞാൻ പറയട്ടെ, എന്നെ ശല്യപ്പെടുത്തിയിട്ടല്ലേ? പറയ്. എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കറിയാം, പറയട്ടെ. എന്നോട് ഇഷ്ടാണോ? ഇതെന്ത് പറ്റി പറ്റില്ലേട്ടാ? കാലത്ത് തന്നെ കടയ്ക്ക് മുന്നിൽ പട്ടാളം മറിച്ച്. ഓ അതൊരു നേർച്ച അല്ല. ഇന്നെന്താ ഇത്ര നേരത്തെ? അതൊക്കെ ഒന്നും പോണ്ടേ? ഇന്ന് പാലക്കാട് ഒരു കോളുണ്ട്, അതാ ഇത്ര നേരത്തെ. പാലക്കാട് 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 പോ. പാലക്കാട് 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 12 വർഷമായി കൂടെ നിന്നിട്ട് മനുഷ്യനെ അറിയില്ലെങ്കിൽ അറിയണ്ട. എല്ലാ കാര്യവും അച്ചിട്ട് പോലെ പറയാനും പെരുമാറാനും ആർക്കെങ്കിലും കഴിയോ? ഒരു മനുഷ്യനല്ലേ, വായിന്ന് വീണുപോയി, അതിന് മാപ്പും പറഞ്ഞു. ഇനി എന്തുട്ടാ വേണ്ടേ? നീ ഇങ്ങോട്ട് കയറിയാലുണ്ടോ? നീ ഇങ്ങോട്ട് കയറിട്ടോ? എന്നെ ഞാനുണ്ടല്ലോ. ഇന്നെന്താ നായരെ കാലത്ത് തന്നെ ഒരു ഉടക്ക്? ഒന്നും പറയണ്ട എന്റെ വേലപ്പാ. ഇന്ന് 1-ാം തീയതി രാവിലെ തന്നെ കട തുറക്കുമ്പോ ശകുനം മുടക്കി പോലെ ഒരു കൊട്ടിയും അതിൽ 10-20 മുട്ട. എന്നിട്ട് ഇന്നലെ മുട്ടക്കാരൻ വെച്ച് പോയതാ. കട പൂട്ടാൻ നേരത്തെ ഞാനിട്ട് ഉണ്ടായൂല്ല. കാലത്ത് നേരം വൈകി തലപ്രാന്ത് പിടിച്ച് വന്നപ്പോഴാ ഈ കൊട്ടിയും ഇതെല്ലാം കൂടി കാലക്കാട് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്തുട്ട് നായരെ ഈ പറയണത്? ഇത്ര നിസ്സാര കാര്യത്തിന് അവൻ പിണങ്ങൂലല്ലോ. അത് പിന്നെ ദേശം വന്നപ്പം അറിയാണ്ട് വായിന്ന് വീണു പോയി. അതിന് 100 തെറ്റും പുറത്തും പറയുകയും ചെയ്തു. എന്ത് പൊട്ടാന്ന? 10-12 വർഷമായിട്ട് അവന്റെ കൂടെ കഴിയണ തനിക്ക് അവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വെച്ചാ കഷ്ട. ഒരു ചുണ്ടനൊക്കെ മതിയില്ലേ അവന് മനസ്സിലാക്കാൻ? എന്നിട്ട് അവന് ഇഷ്ടമില്ലാത്ത ചീത്ത വിളിച്ചേ. അപ്പൊ ഈ പൊട്ടെന്ന് വെച്ചാ പച്ച തെറിയാണല്ലേ? അവനത് ഏറ്റവും വലിയ തെറി തന്നെയാണെന്ന് നായർക്ക് അറിയില്ലേ? അതുകൊണ്ടല്ലേ അവന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കിട്ട് ഓരോന്ന് പൊട്ടിക്കുന്നേ. അല്ല നായരെ, ഇനിയിപ്പൊ ഈ പ്രശ്നം തീർക്കാനായിട്ട് എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അത് തീർക്കാനുള്ള ആൾ ഇപ്പൊ വരും. ആര്? അമ്മു. അല്ലാതാരാ? അങ്ങോട്ട് ചെല്ലട്ടെ. രാവിലെ പോരുമ്പോ എന്നും പറഞ്ഞു വിടുന്നതാ, ആരോടും പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. എന്നിട്ടോ ഒക്കെ സമ്മതിച്ചിങ്ങോട്ട് പോരും. എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് ചാടുകയും ചെയ്യും. ഇതിപ്പോ അച്ഛനെ പോലെ കരുതേണ്ട ആളല്ലേ? എന്നിട്ടിപ്പോ മൂക്കിന്റെ തുമ്പത്താ ചുണ്ടിന്ന് വെച്ചാ എങ്ങനെയാ ജീവിക്കാ? ഏയ് ഇവിടെ വാ. എന്താണ്ടായേ? അതെ, ഞാൻ പറയാം. നീ ഒന്നും ഉണ്ടായിരുന്നു മോളെ. അറിയാതെ പൊട്ടാന്ന് വിളിച്ചുപോയി. അത് ശരി, അപ്പൊ അതാ കാര്യം. അല്ല അമ്മു, വേണ്ട, അധികം വിശദീകരണം ഒന്നും വേണ്ട. ചെയ്ത തെറ്റിന് മാപ്പ് പറ. അതൊക്കെ പറഞ്ഞു മോളെ. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. അതൊക്കെ ശരി.
പക്ഷെ ഇപ്പൊ ചെയ്ത തെറ്റിന് ദേഷ്യം തീർന്നെങ്കിൽ ഏത്തിടും. ഏത്തോ? ഏത്തം. എന്താ പ്രശ്നം തീരണ്ടേ? ശരി, ഏത്തെങ്കിൽ ഏത്തം, പ്രശ്നം തീരട്ടെ. 1 2 3 4 അങ്ങനെ അങ്ങോട്ട് ഇടും. 6 7 8. അയ്യോ, അത് ശരി. എന്നെ കഷ്ടപ്പെട്ടിട്ട് നീ നിൽക്കാൻ നോട്ടപടി. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എന്നെ തോടിക്കല്ലേ. എന്നെ ഇവിടെ ഇട്ടേക്കും. എടാ അതേ, അവിടെ തീയും വെടിമരുന്നും വെച്ചുള്ള കളിയാ. അങ്ങോട്ട് പോണ്ടെന്ന് ഞാനാ പറഞ്ഞേ. പോയാ എന്നാ പോ. അമ്മാമേ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരണുണ്ടോ? ആഹാ, അത് ശരി. മൂക്കറ്റ പൂരസേവ കഴിഞ്ഞത് പോരാണ്ട ഇപ്പൊ ഇവിടുന്ന് വലിച്ചു കയറ്റണേ. എന്നെ എന്തെങ്കിലും ഇത്ര കഴിക്കോ? അതുമില്ല. എഴുന്നേറ്റേ. ബാക്കിയുള്ളനെ എവിടെയെങ്കിലും ഇച്ചിരി നേരം തല ചായ്ക്കണം. അതെ, മോള് പോയി കഴിച്ച അമ്മാമയ്ക്ക് വേണ്ടാഞ്ഞിട്ട്. പിന്നെ ഇത് 10-16 വർഷമായിട്ട് തുടരുന്ന പതിവാ. അതിന് അമ്മാമ്മയുടെ മരണം വരെ ഉണ്ടാവും. എനിക്ക് വിശപ്പില്ല പോലെ. മക്കളെ, നാളെ എഴുന്നേക്കുമ്പോ ഞാനിവിടെ ഞാൻ ചത്ത് മലന്ന് കിടപ്പുണ്ടെങ്കിൽ കുപ്പിയില് ബാക്കിയുള്ളത് അമ്മാമ്മയുടെ വായലോട്ട് ഒഴിച്ചേക്കണം പോലെ. മക്കളെ, അച്ഛൻ്റെ വായലോട്ട് ഒഴിച്ച് തന്നേക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ തുടങ്ങി വേണ്ടാത്ത ഓരോ വർത്താനങ്ങള്. സപ്പോർട്ട. ഓ, മുയൽ. വരാന്ത. സംശയല്ലേ, ഇത് തന്നെ എന്റെ വീട്. സുജേ, എടി സുജേ, ഇറങ്ങി വരാനാ പറഞ്ഞത്. എന്താടി ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? എടി നിന്റെ കെട്ടുവിനാ വിളിക്കുന്നത്. മനോഹരൻ. ഹരഹരോ ഹരഹര. എടി സുജേ, മനോഹരേട്ടാ, ഞാൻ കൊറേ പറഞ്ഞിട്ടുള്ളതാ തലക്കിലേക്ക് കെട്ടി ഈ കുടുംബത്തിൽ കയറി വരരുതെന്ന്. എന്താ? എടി നീ ഒരുത്തിയാ. നീ കാരണം ഞാൻ ഈ കുടിക്കുന്നത്. 10 മാസം തികയാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേടി നിന്റെ ആ തള്ളയോട്. എന്നിട്ട് അവർക്ക് കേൾക്കാൻ വയ്യ. എവിടെയാടി ആ ഭൂതന? വിളിച്ചിറക്കടി.
അമ്മയില്ലാത്തത് ഏട്ടന്റെ ഭാഗ്യ. ഓ കൊച്ചു കാന്താരി. ഒന്ന് നിർത്തുന്നുണ്ടോ? കേറി വന്ന് കിടക്കാൻ നോക്ക് വല്ലെടുത്തു. അപ്പൊ നിന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് നൊന്ത് ഇല്ലടി? ഞാൻ മിണ്ടരുതല്ലേ? ഞാൻ എന്തായാലും മിണ്ടിയാല് നാട്ടുകാർ കേൾക്കും ഇല്ലേ? കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. ഇനി ആരാ കേൾക്കാത്ത? എടാ എന്റെ ഭാര്യ വിട്ട് വന്നിട്ട് ഞാൻ ഇഷ്ടമുള്ളത് പറയും. എന്തേ അതിനിവിടെ ആർക്കാടാ കുഴപ്പം? ബോംബെ കത്തുന്ന പോലെ ഞാൻ ഇവിടെ കത്തിക്കും. ഇങ്ങനെയുണ്ടോ ഈശ്വര ഓരോ കാലമാടന്മാര്? ഞാനെങ്ങാനും ആകണം ആ സുചേച്ചിയുടെ സ്ഥാനത്ത്. കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. വെറുതെ നിന്ന് വിളിച്ചു പോകാണ്ട് കേറി വരണുണ്ടോ? അതെ, വെള്ളം അടിച്ചാല് വയറ്റി കിടക്കണം. അത് ശരി. അപ്പൊ നമ്മുടെ കൊച്ചി വെള്ളം അടിച്ചിട്ടാടി നിന്റെ വയറ്റിൽ കിടക്കുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ മനുഷ്യ? പ്രസവിക്കാനുണ്ടോ? നീ രണ്ടാദ്യം പെറ് എന്നിട്ട് നിർത്താം. ഇങ്ങനെ നാണില്ലാത്ത മനുഷ്യൻ. പിന്നെ ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ നാണിച്ചായിരുന്നെങ്കിൽ നീ ഒന്നും ഉണ്ടാവില്ലായിരുന്നടി. അതെ മനോഹരേട്ടാ, പറയണുണ്ടെന്ന് വിചാരിക്കരുത്. ഇത്തിരി അന്തസ്സുള്ള കുടുംബാന്ന് വിചാരിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. അല്ലാതെ എന്റെ ജോലി കണ്ടിട്ടല്ല. എന്ത് അന്തസ് കേടാടി ഞാനും എന്റെ കുടുംബം ഇവളോട് ചെയ്തത്. എടി എന്റെ വീട്ടിൽ അവക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് ഇവളെ കൊണ്ട് വാടക വീട്ടിൽ പോയാലാണ് അന്തസ് കേട്. എന്റെ കൊച്ചു കിടക്കുന്ന ഈ വയറാണ്. എന്റെ അമ്മയും കൂട്ടർ വന്നപ്പോ ഒരു വാക്കും മിണ്ടാതെ നീ തിരിച്ചയച്ചവനോടി അന്തസ്. പറയടി. നിന്റെ മുടിയൊക്കെ എവിടെയാടി ഒന്ന് ചുറ്റിപ്പിടിക്കാൻ കൊതിയാവണം. ഇതെന്തൊരു ശല്യം ഇയാളെ കൊണ്ട്. എല്ലാ ശനിയാഴ്ച അയാളുടെ ഒടുക്കത്തൊരു വരവാ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി ഉപദേശിച്ചാലുണ്ടല്ലോ, ഏട്ടനത് ഞാൻ നോക്കില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ ആടി ചട്ടമ്പ് കല്യാണിയാ? നിങ്ങൾ എന്നെ അടിക്കും അല്ലേ? പെഞ്ച് പൈതങ്ങൾ അടിക്കണോടി. നിനക്ക് അടിക്കണോടി? അടിയടി എന്നാ കാണട്ടെ. വെറുതെ അടിയടി. അടിയടി ധൈര്യമുള്ളവളാണെങ്കിൽ എന്തേ അവനെവിടെ? ഒന്ന് കാണുമായിരുന്നു. കിട്ടിയത് പോരല്ലേ നിനക്ക്? പെണ്ണുങ്ങളെ തല്ലാൻ നടക്കും ചൂല്. അത് കള. ആളെവിടെ? ഇവിടെ ഇല്ല. ചേട്ടൻ പോവാൻ നോക്ക്. നീ എന്തിനാടി പഠിക്കണേ? അതെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ല്. ബാക്കിയുള്ള അടിയും കൂടി മേടിച്ചോ. അടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കണം. നിന്നെ ഞാൻ അടിച്ചോടാ അടിച്ചോ. പക്ഷെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ ഇന്നലെ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ കൊന്നേനെ. മോനെ ഇവൻ വഴക്കിന് വന്നതല്ല. എന്തിനാ മനോഹരേട്ട ഇങ്ങനെ മൂക്കറ്റം കുടിച്ചിട്ട് വന്നാ പാവം ചേച്ചിയുടെ മെക്കിട്ട് കയറണേ? ഇവനിവിടെ ഉണ്ടെന്നുള്ള ഒറ്റ ഉറപ്പിലല്ലേ ശങ്കരേട്ട ഞാൻ അവക്കിട്ട് 2 ഇടി ഇടിക്കുന്നത്. പക്ഷെ ദോഷം പറയരുതല്ലോ. ഇവന്റെ ഒരു ഒറ്റ അടിക്ക് തീരാനുള്ള വീര്യമുള്ളൂ എന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളിന്. നിന്റെ എന്നാ രണ്ടാമത്തെ അടി ഞാൻ ചോദിച്ചു വാങ്ങണ്ടിരുന്നു. അതിലാ പല്ലിളകിയത്. വായ കിടക്കുന്നത് മാത്രല്ലേ ഇളകിയുള്ളൂ. വയറ്റിൽ കിടക്കുന്ന ഇളകിയില്ലല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ ശങ്കരേട്ട. എപ്പോഴേ പോകേണ്ടതായിരുന്നു മകനെ. അയ്യോ അടുത്ത ശനിയാഴ്ച ഞാൻ ഇവിടെ വരും. അന്ന് ഇതുപോലെ നീ ഇവിടെ കാണണം. ഇങ്ങനെയും അടിക്കാൻ പറഞ്ഞ എന്നെ അടിക്കാൻ എന്റെ പട്ടി പോയി. തുടങ്ങി അവന്റെ ഒരു സാമൂഹ്യ സേവനം. ഇങ്ങോട്ട് വന്നേ. ഇവനെ എവിടുന്ന് കിട്ടി? ശങ്കരേട്ടന്റെ കൂടെ കടയിൽ പോണ വഴിയാ. ഞാൻ കൊണ്ടുവരണ കണ്ടപ്പോ ഓടി വന്ന് വഴക്ക് പറഞ്ഞ് വാങ്ങിയതാ. ഇങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റില് പിറന്നില്ലല്ലോ. ഞാനിവിടുത്തെ അവനോട് ഒന്നും വരാൻ പറ.
അച്ഛൻ വിളിക്കുന്നു ചെല്ലു മോനെ. പറഞ്ഞു കൊടുക്ക് രണ്ടിനും. ചോദിച്ചു വാങ്ങിയില്ലേ ഇവിടുന്ന്? മോളെ സുജേ, ഒന്ന് അവനോട് ഇനി വരാൻ പറ. അയ്യോ മോപ്പോ. കളിക്കലേ, ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. കേറാ. ആ കളിക്കല്ലേ കളിക്കല്ലേ. ഇതെന്ത് സ്ഥലാ ഇത്? വണ്ടിയില്ല കിണ്ടിയില്ലാണ്ട്. ഇനിയിപ്പോ ജീപ്പ് എപ്പോഴാണോ വരിക? ഏതായാലും സ്ഥലം എത്തിയല്ലോ. ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് പോവാം. ചേട്ടാ ഒരു 5-8 ചായ എടുക്ക്. ചായ അല്ല ഇന്ന് കട ഒഴിവാ. പെട്ടെന്നാവട്ടെ. നല്ല സെറ്റപ്പാണ്. അതെ, ഞായറാഴ്ച ഈ വയസ്സന്മാരെല്ലാവരും കൂടി ഒരു പൂരം. അതെന്ത് പൂരേട്ടാ? ഞായറാഴ്ച പൂരം വേണേ കുറച്ച് നിന്നാ കാണാം. വേണമെന്ന് വെച്ചാ ഒന്ന് കൂടുകയും ചെയ്യാം. ഇവനത് എവിടെ പോയി കിടക്ക്? ആരച്ചവും കുട്ടിയോ? ആ ദേ വരുന്നു. 100 ആയിസ്. ആ താൻ പോയിക്കോ. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ കൂട്ടുകാരൻ പോലീസാ, അച്ഛൻകുട്ടി സാറ്. ഇന്നെന്താ കാര്യമായിട്ടുള്ള ആഘോഷമാണല്ലോ. പറപ്പുക്കാവിന്ന് ഉത്സവം കഴിഞ്ഞ് വരുന്നവരാ. ഇന്നത്തെ പൂരം അങ്ങോട്ട് കൊഴുക്കട്ടെ. എന്നാ പിന്നെ സമയം കളയണ്ട ശങ്കരേട്ട, തുടങ്ങി. ഇത് ഭൂമിക്ക്, ഇത് ആകാശത്തിന്, ഇത് കാരണവന്മാർക്ക്. എന്റെ കാരണവന്മാരെ, എന്നും ഈ ഞായറാഴ്ച പൂരം നിലനിൽക്കാൻ ഞങ്ങളെ കാത്തോളണേ. പറപ്പൂക്കാവ് അമ്പലത്തില് പൂരം കാണാൻ പോയ പോക്കില്ല, പോക്കു പറഞ്ഞ അന്തിക്കൂട്ടിന് വന്ന താരാണ്ട. കേട്ട സത്യമാണോ വേലോട്ടാ? പിന്നല്ലാതെ ഇതങ്ങനെ വിട്ടാ പറ്റില്ല. കുടുംബമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ തന്തേനെയും തള്ളനെയും കെട്ടിയെടുത്ത അന്ന് തുടങ്ങിയതാ. തന്നെ കഴിവേറി മോൻ. ഒരു വഴി തരൂ, ഒന്ന് മാറും. എന്താ വേലപ്രാശാരി പ്രശ്നം? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ പേടിച്ച് ബാക്കിയുള്ളവർ ജീവിക്കണമെന്നോ? ഇത് എവിടുത്തെ ന്യായവാ? ഇയാള് കാര്യം പറ. കാലത്തെ പോലെ തുടങ്ങിയിരിക്കുന്നത് ഒരു തേവിടിച്ചയും കൊണ്ട്. എവിടെ? ഇവിടെ. ഇയാള് വല്ലതും കണ്ടിട്ടാണോ പറയുന്നത്? പിന്നെ കാണാണ്ട് നല്ല പീസാണ്. പീസാ? സൈലൻസ്. ഞാൻ കൈയറിഞ്ഞോളാം. ഇത് കേസാകും. പിന്നല്ലാതെ ഇന്നത്തോടെ അവനെ പൂട്ടണം. അപ്പുറത്തും ഇപ്പുറത്തും പെൺകുട്ടികളുമായിട്ട് ജീവിക്കുന്നവരാ. DGP ഒന്ന് വിളിച്ചാലോ? ഇവനെ പൂട്ടാനുള്ള ആളെ ഞാൻ കൊണ്ടുവരും. അവൻ ഈ ലോകത്തൊരു ബന്ധു എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് ശരി. ഇന്നത്തെ കൊണ്ട് അവരെ പൂട്ടണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇവിടെ നിന്ന് ആളുകളൊക്കെ എന്തി? എല്ലാരും സ്ഥലം വിട്ടു. ഒക്കെ പേടിത്തൊണ്ടന്മാരല്ലേ? എവിടെയാ നശിച്ചോള്? 2 എണ്ണം അകത്തോണ്ട് ചെല്ല്. കാലത്ത് തുടങ്ങിയതാ. ഇറങ്ങി പാടിങ്ങോട്ട്. ഇന്ന് തകർക്കും. ഇറങ്ങി വരുന്നതാ 2 എണ്ണത്തിന് നല്ലത്. എടാ വാസവാ, ഇറങ്ങി വാടാ ഇവിടെ. എടാ ഇറങ്ങി. ഇവനെ ഇന്ന് ഇറങ്ങി വരാൻ. നിന്നീ പരിസരത്തിൽ കണ്ടുപോകരുത്. ബാക്ക് കണ്ടിട്ട് കലൂർ ചാന്തയാണ്. ഇവൻ ഇതുവരെ ഇറങ്ങി വന്നു. എടാ വാസവ ഇറങ്ങി വരാൻ. ഇവനെ ഇന്ന് ഞാൻ എന്താടാ ഇത്? നീ പോ. ഇല്ലടാ, ഞാൻ പോവില്ല. എനിക്ക് അറിയണേ ഇവിടെ ആരെന്ന്. പോന്നടാ ഓട്ടി കഴിവേറി മക്കളെ. ഓടി. ആരാടാ അവളെ വിളിച്ചെടുത്തത്? നീയാ? തള്ളി. ശരി, ആ തോട്ടിലൊന്ന് എത്തിച്ചേക്കണോ? ഇന്നത്തെ ജില്ലാ കമ്മിറ്റി തോട്ടിൽ. അമ്മു, ദേ അസത്ത്.
വരുന്നു. എന്താടാ കുട്ടുസാ നിന്റെ ആശാന് പറ്റിയേ? വന്നപ്പോ മുതലൊരു ഗൗരവം. അതിന് ആശാന്റെ കള്ളക്കളി മുഴുവൻ നാട്ടുകാരറിഞ്ഞില്ലേ? അപ്പൊ മുതലായി മിണ്ടാപ്പൂതം. അതും ആ ബാല്യകാലത്തൊക്കെ അറിഞ്ഞാലുള്ള വിഷമാണ്. കിട്ടണത് നക്കിയിട്ട് എഴുന്നേറ്റ് പോനടാ പോട്ടികളെ. എന്താടാ പറ്റിയേ? പറ, ഞങ്ങളൊന്നും അറിയട്ടെ. അതോ വല്ല രഹസ്യാണോ? ഇതൊന്നും അല്ല കാര്യം. മുത്തലക്ഷ്മി അറിഞ്ഞാലുള്ള പൂവിൽ ഓർത്തിട്ടുള്ള ടെൻഷനാ അല്ലേടാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും ഇടപെടണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേക്കാം. ഏയ് എന്താടാ ഇത്? അവനൊരു തമാശ പറഞ്ഞെന്ന് വെച്ച് എനിക്ക് മനസ്സിലാവൂടാ നിന്റെ കൊണ്ടാക്കല്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരോടും കൂടിയാ. വാസവന് ഇഷ്ടമുള്ളിടത്തൊക്കെ വാസവും പോവും, അവിടെ പൊറുതിയും വയ്ക്കും. അതെന്റെ മിടുക്ക്. അതിന്മേലിട്ടാരും ചിരണ്ടല്ലേ. വാസന അണ്ണനാ മുത്തലക്ഷ്മിയൊക്കെ കൂപ്പിടുறாங்க. ആ നീ പോ, ഞാൻ നാളേക്ക് വരാം. சீக்கிரமா வர சொன்னாங்க. പറഞ്ഞത് കേക്കടാ, നീ പോ. சரி. നിങ്ങളോട് ഇരി, ഞാനിപ്പോ വരാം. അല്ല അച്ഛനിതും കൊട്ടാ, ഞാൻ പറഞ്ഞേ. വേണ്ട, നീ വാടാ. ഇവൻ വലിയ ആണത്തം പറയുന്നുണ്ടല്ലോ. എന്നിട്ടെന്തേ ഇതുവരെ ഈ മുത്തുലക്ഷ്മി ഒന്ന് തൊടാൻ പറ്റിയിട്ടുണ്ടോ? എടാ ആശാൻ ഒരു പെണ്ണിനെ വേണോന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്കടെ കാര്യം പോക്ക. അതേത് മുത്തുലക്ഷ്മി ആയാലും നമുക്ക് നോക്കാം. வா கண்ணா வா. எவ்வளவு நேரமா உனக்காக காத்துட்டு இருக்கேன். எங்க போயிடுச்சு? ஊர்ல என்ன விசேஷம்? ഓ ഒന്നുമില്ല. செம்பகோ ஸ்ட்ராங்கா ஒரு டீ கொடு. വേണ്ട. ஏன் தண்ணி சாப்பிட்டியா? உட்காரு கண்ணா உட்காரு. ம். ஏய் என்ன கோவம்? எவ்வளவு வாட்டி நான் சொல்லியிருக்கேன் அந்த காட்டு பக்கம் போக வேண்டான்னு. என்ன இங்க பிடிக்கலையா? എന്തിനാ വിളിപ്പിച്ചേ അത് പറ. உன்னை பார்த்ததும் நான் எல்லாம் மறந்துட்டேன். இந்த நாள் இதுக்காகத்தான் நான் இத்தனை நாள் காத்துட்டு இருந்தேன். 8 வருஷமா காத்துட்டு இருந்தேன். அவன் வந்துட்டான். சிக்ஷை முடிஞ்சு அவன் வந்துட்டான். ആര്? കനലോ? ஆமாண்டா, அவனே தான். 8 வருஷத்துக்கு முன்னாடி என் வாழ்க்கை தொலைச்ச நாய்.
உனக்கு என்ன வெக்கமா? முத்து, ஏய், என்ன என்ன எனக்கு பிடிச்சதா? சத்தியமா சொல்லு. அதோ அப்பா அம்மா யாருது? என்னடா? இது அவனுக்காக எடுத்து வச்சது. போ, அவன் உயிரை எடுத்துட்டு வா. என் கண் முன்னாடி அவன் உயிரை எடுத்துட்டு வா. அண்ணா, அவன் இங்க வந்துட்டு இருக்கானா? டேய், வாங்கடலாம். உனக்கு எனக்கு என்ன பிரச்சனை? നീ വിട്ടിട്. ചെട്ടിയാരെ കൊല്ലുമ്പോ നീ ഓർത്തില്ല ഇങ്ങനെ ഒരു ദിവസം? செட்டியார மட்டும் இல்ல, அவன் பொண்டாட்டி கூட நான் கொல்லுவேன். அதுக்காகத்தான் வந்திருக்கேன். என்னோட தங்கச்சி ஏமாத்தி வாழ்க்கை கெடுத்தவன் இன்னைக்கு என் தங்கச்சி உயிரோட இல்ல. எப்படி அதை மறக்க முடியும்? அம்மா, அண்ணன் வந்திருக்காரு. வர சொல்லு.
உள்ளே வா, தயங்காம வா. நம்பிக்கை இல்லையா? நிஜம். இங்க வந்த நாள் முதல் நீ என்ன ஆசைப்படுறேன்னு எனக்கு தெரியும். இந்த நாளுக்காகத்தான் நான் காத்துட்டு இருந்தேன். என் புருஷனை கொலை செஞ்சவனே கொல்ற வரைக்கும் என் விரதம் எடுத்தாச்சு. அதுதான். ஆனா இன்னைக்கு நீ அதை முடிச்சாச்சு. ஆனா இந்த மலையாளி செக்கனை இன்னும் மட்டும் அல்ல, என்னைக்குமே இஷ்டம். അടയ്ക്കാറായില്ലേടാ നിന്റെ കട. ഇതൊരു ബാറല്ല കേട്ടോ. എനിക്കറിയാം ഇത് ഒരു ബാറല്ല, ഇത് 2 ബാറാ. ബാർ ഷാപ്പ്. ഇവരൊക്കെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല. നിങ്ങളിങ്ങനെ ഇടക്കേറിയിരിക്കുന്ന മോശമല്ലേ? ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ. അയ്യോ പാവം. ഇവന്റെ ഒക്കെ ഇരിപ്പ് കണ്ടാ തോന്നി ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഞാൻ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വിമാനം ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാര്? വിമാനം ചേട്ടൻ അയാളെ അറിയുമോ? അറിയുന്നു. ഇവൻ ഒറ്റൊരുത്തൻ കാരണം ഞാൻ ഈ പരുവത്തിലായത്. അതെന്ത് പറ്റി? എടാ, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ പട്ടാപ്പകല് ഈ നാറി അടിച്ചോണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ വിടില്ല മോനെ. ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലോ, പിന്നെ വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ. പൊട്ടിച്ചുടാമെന്നും അതേ ആവി കൊണ്ട് തന്നെ ട്രെയിൻ ഓടിക്കാമെന്നും. അതിരിക്കട്ടെ, നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി. എന്താ നിന്റെ പേര്? സുന്ദരൻ. ഇങ്ങോട്ട് വാ. ഇതെന്തിനാന്നറിയോ? നിനക്ക് ഈ പേരിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ, ഇനി ജാഫറിന് കൊടുക്കാനുള്ളത്. അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം. സ്വിച്ചിട്ടാൽ ബൾബ് കത്തും, പക്ഷേ ബൾബിട്ടാൽ സ്വിച്ച് കത്തില്ലെന്ന് പറഞ്ഞതാര്? മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലേറ്റ് അടിക്കാമെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ആയിരിക്കാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ്. എടാ, പട്ടാ പകല് എന്റെ മുഖത്ത് മുളകോടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുണ്ടായ വഞ്ചക ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ? അയ്യോ, സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്റെ മുഖത്തേക്ക് വെക്കും. മാറിയില്ലേ? പഴയ വൃത്തിയോട് മാറി കിട്ടി. നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ്വ പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മോങ്ങാനിരുന്ന നായയുടെ നിലയിൽ തേങ്ങ ഇട്ടതാര്? അവക്ക് സുഖാനാടാ. സുഖമായിട്ടിരിക്കുന്നു കോതമംഗലത്താ. കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റിയ ഉടുക്കോട്ടി പേടിപ്പിച്ചതാര്? അങ്ങനെ ഇനിയെങ്കിലും സത്യം പറയടാ. സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഈ പുസ്തകത്തിനകത്ത് എന്താ? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഈ 1001 ചോദ്യം ഉത്തരവും നിനക്ക് കാണാൻ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയാം. നീ സർവ്വ വിജ്ഞാന പിണ്ടമാണ്. അതെ അതെ. ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇതിവിടെ വിൽക്കാം. ശരി, ചോദിക്കട്ടെ. ഉത്തരം പറയാൻ ചോദിക്കേ. നിന്റെ അച്ഛന്റെ പേരെന്താ? ഖാദർ. അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ, അതെനിക്ക് ഇഷ്ടായി. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിക്കാദർ. അപ്പൊ കുഞ്ഞിക്കാരനെ അറിയാം, നിനക്ക് കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താടാ? അത് വലിയ പിടുത്തമില്ല. പിടുത്തല്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടുപോലും. ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകെ തട്ടിയെടുത്തവനെ ഇത് പറ്റിപ്പാണ്, പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ പേര് അറിയാവോ? എടാ, എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടാ,
പിന്നെ ആടാ എന്റെ അച്ഛന്റെ പേര്. നീ പോയി മുടി വെട്ട നിന്റെ ഒഞ്ചം കൊണ്ട്. ഛെ, ഇനി കൈ എവിടെ കൊണ്ട് കഴിവെന്തോ. വേണ്ട. അയ്യോ. എന്താ അത് രണ്ടാളും കൂടി ഇവിടെ? നോക്കാം മാമേ. ഏ? ഓ, ഓ, ഓ. അതെ, എടാ ഇതാണ് ഈ മല്ലുകുത്ത്. ഒരു സ്നേഹസങ്കല്പം എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര സ്നേഹമാണെന്നാ. നിനക്ക് മനസ്സിലായോ? എടാ ഒരു സ്നേഹമുദ്രയായത്. നീ ഇവളെയും ഇവള് നിന്നെയും പിരിയാണ്ട് ജീവിതം മുഴുവൻ ജീവിക്കാം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. നിനക്ക് മോളെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അഷ്ടദിക്കുകളെ സാക്ഷി നിർത്തി അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് പച്ചമരുന്ന് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം പച്ചമരുന്നാണ് ഈ അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും വാങ്ങാൻ, വാങ്ങിച്ചുപയോഗിക്കാം. കടന്നു ഉപയോഗിച്ച് നോക്കൂ. ഒരു ഡെപ്പിക്ക് വെറും 10 രൂപ മാത്രം. ഒരു വായു ഗുളികയ്ക്ക് 10 ഫ്രീ. ആർക്കും വാങ്ങാം, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. സാമ്പിൾ സൗജന്യമാണ്. വെറും 10 രൂപയ്ക്ക് 100 ഗുളികകൾ. നിങ്ങൾക്കറിയാം വായു കോപത്താൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ഉള്ളിൽ കിടന്ന ഒരു മുറുമുറുപ്പ്, നെഞ്ചരിപ്പ്, വയറ്റിരിച്ചൽ. സംശയിക്കേണ്ട, ഇതാവൻ തന്നെ സുരേഷ് ഗോപി, വായു ഗോപി. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നും. പക്ഷെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലൊരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. വെറും ഒരു വായു മനുഷ്യനെ ഇത്രയധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ച് പുറത്താക്കി എരുമച്ചാണാൻ തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും അങ്ങ് വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കാം. എന്താ ഒരു സാമ്പിളോ? 10 രൂപ കൊടുത്ത് മേടിക്കേട്ടാ. ചേട്ടൻ ഇപ്പം ഭാവം കണ്ടറിയാം വായു എതുവഴിയാ പോകാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സാമ്പിൾ മേടിക്കുന്നത് സാമ്പിൾ ആയതുകൊണ്ട് ഒന്ന് പോയേട്ടാ. സാമ്പിൾ കിട്ടിയാ ചേമ്പിലും തിന്നുമല്ലോ. ഇതാരെ വിട്ടത്? ഓ, ചേട്ടനായിരുന്നു. ഇനി വരൂ. കണ്ടില്ലേ, ഇതാണ് ഇക്കിൾ. പുക്കിളിന് മുകളിൽ നിന്നാണ് ഈ ഇക്കിൾ ഉണ്ടാവുന്നത്. ഇതൊരു വായുകോപമാണ്. ഇത് ഇക്കിളിട്ടാൽ മാറില്ല. ഒരു ഗുളിക, ഒരൊറ്റ ഗുളിക കഴിച്ചാൽ മതി. വായു ബലൂൺ കാറ്റ് കുത്തി വിട്ടതുപോലെ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ പറയാം. വായു പലതരമുണ്ട്. ഏമ്പക്ക വായു, അതേപോലെ മൽമൽ മുണ്ട് വലിച്ചു കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വായു, പിന്നെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹോൺ പോലെ അങ്ങനെ, പിന്നെ ചില ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ ഇടവിട്ട് പോകുന്ന വായു. അങ്ങനെ വായു എത്ര തരമാണ്. ഇതിനെല്ലാം ഒരൊറ്റമൂലിയാണ് എന്റെ ഈ അഷ്ടഗന്ധ വായു ഗുളികൾ. ഈ തരത്തിലും വായു പോകാം. ആരാണ് ആ വായു വിട്ടത്? ആരാണ് ഭാഗ്യവാൻ? പറയൂ. അത് ശരി, പുതിയ വേഷത്തിറങ്ങിയല്ലേ സഹോദര? ഇപ്പൊ കേട്ടത് ഏത് വായുകോപമാണ്? ഇത് വായുകോപോ ശത്രുകോപോ? ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ മെഗാ സീരിയൽ പോലെ പിന്തുടരുന്നത്? അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല സഹോദര. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്താ നിന്റെ പരിപാടി? അഷ്ടം. കുഷ്ടോ? കുഷ്ടമല്ല, അഷ്ടം. കഷ്ടം. എടാ, ഈ നാട്ടിൽ നടപ്പില്ല. കാരണം അറിയാം. എടാ, നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും.
നിനക്കിനി ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും. ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം. വിജയിച്ച ഇവിടെ എനിക്ക് ജോലി ചെയ്യാമല്ലോ. ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. വാക്ക് മാറില്ല, എല്ലാരും കേട്ടാണല്ലോ. എന്താ പറയാ? പന്തയം വളരെ നിസ്സാരമാണ്. ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് വലിയ കാര്യമായിരിക്കും. അതൊക്കെ വളരെ ഈസി. എത്ര വെയിറ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു. ഇവ പൊക്കുന്ന പാർട്ടിയാ. ഇങ്ങ് വാ കുഞ്ഞുമോളെ. ഇത് കണ്ടല്ലോ, ഈ വെയിറ്റ് ഇതുപോലെ എടുത്ത് പൊക്കടാ. ഈ കൊച്ചിനെ എല്ലാം വേണമെന്ന് ഇവിടെ തള്ള വരെ ഞാൻ പൊക്കും. നീ തള്ളയെ പൊക്കുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീ കൊച്ചിനെ പൊക്കിയാ മതി. പൊക്കടാ. റെഡിയാണല്ലോ. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. താങ്ക് യു. ഇത് ഞാൻ സമ്മതിച്ചു. ഇനി എന്റെ ലാസ്റ്റ് ഒറ്റ നമ്പർ കൂടെ. ഇനി ഞാൻ എടുത്ത് പൊക്കുന്ന വെച്ച് നീ പൊക്കും. ഉറപ്പാണല്ലോ? കണ്ടോ, ഞാൻ പൊക്കിയല്ലോ. ഇനി നീ പൊക്കടായത്. നീ നിന്നെ ഞാൻ എന്നെ പൊക്കും. അങ്ങോട്ട് നീ അല്ലടാ പറഞ്ഞ ഞാൻ എടുത്ത് പൊക്കണ വെച്ച് നീ പൊക്കാന്ന്. എനിക്ക് പൊക്കാൻ പറ്റും. സ്വഭാവം നിനക്ക് അറിയോടാ. ഞാൻ നിന്നെ ഇടിച്ച് നീ ഒന്നും ഒരു കാലത്ത് ഗതി പിടിക്കില്ലടാ. എന്റെ വായു ഭഗവാനെ, ഇവനെ വായുഭോഗം കൊണ്ട് വലിച്ച് നാശമാക്കി മാറ്റേ. കണ്ടോലും എന്റെ സ്വഭാവടാ. എന്താടാ, എന്താ ഇവിടെ? എന്താ അമ്മു, ഒരു മുഖപരിചയം ഇല്ലാത്ത പോലെ. ഓവോ, നിന്റെ പേര് വാസവൻ തന്നെയല്ലേ? പോടാ പുറത്ത്. വല്ലാത്ത ദാഹം. ഇത്തിരി വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ. നിന്റെ ദാഹം മാറ്റാനുള്ള വെള്ളം ഒന്നും ഇവിടില്ല. നിന്നോട് മര്യാദയ്ക്ക് പുറത്ത് പോകാനാ പറഞ്ഞേ. എന്തിനാ അമ്മു ചൂടാവണേ? നീ ചൂടാവുമ്പോ വാസവന് വാശി ഏറും. പിന്നെ അത് കിട്ടാതെ മാറില്ല വാസവൻ. ഇറങ്ങടാ നായേ, എന്റെ അടുത്ത് വേണ്ട നിന്റെ വിളച്ചില്. ഇറങ്ങാൻ. നിനക്കെന്താടാ എന്റെ കുടുംബത്ത് കാര്യം? ഇറങ്ങു വെളിയില്. അല്ല ശങ്കരേട്ടാ, ഞാനിതിലെ പോയപ്പോ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേറിയതാ. ആ ടിക്കറ്റ് ഇവിടെ ഇല്ലല്ലോ മോനെ. അതിന് വേറെ സ്ഥലം നോക്ക്. ഇറങ്ങി പോടാ. പോകാൻ. എന്താ ഉണ്ടായേ? ഒന്നുമില്ല മാമേ. മോളെ സൂക്ഷിക്കണം, അവൻ പിഴയാ. ഇനി ഇത് ഇങ്ങനെ വിട്ടാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയെന്ന് വെച്ചാ ക്ഷമിക്കുന്നത്? എനിക്ക് തോന്നുന്നേ അച്യുതൻകുട്ടി സാറിന് ഒരു പരാതി അങ്ങ് കൊടുക്കുക. ഇവിടെ പോലീസും നിയമമൊന്നും വെറുതെ അല്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവനെ കൊണ്ടുപോണ പോലെ അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് അതിനുള്ള പിടിപ്പൊക്കെ അവനുണ്ട്, അറിയാവോ? എന്നാലും ഇങ്ങനൊരു അസുരവിത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാ നാട്ടിലുണ്ടാവും ഇതുപോലെ ഒരെണ്ണം. ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് തോന്നിയാൽ ഒരെണ്ണം പത്തി വിടർത്തൂല. എനിക്കിപ്പോ അതാ പേടി. ഇതെങ്ങാനും അവൻ അറിഞ്ഞ അവിടെ ചെന്ന് വല്ല പൊല്ലാപ്പ് ഉണ്ടാക്കുവോ? അവന്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. അവൻ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ഈ നാട്ടിലൊരു ആൺകുട്ടിയായിട്ട്. അല്ല, പറഞ്ഞ പോലെ ആളെന്തേ? ഇതെന്തൊരു ചോദ്യ? അവന്റെ കായിക വിനോദത്തിന്റെ നേരല്ലേ ഇത്? കേട്ടു. അരുണല്ലേ അവനാ? അയ്യോ, ഏത് മറ്റേ ക്ലാസ്സിലെ? അത് തന്നെ. എന്നാ ശരിടി, കാണാം. ഇന്നെന്താ ഇതിലെ? അതിലെ പോയാ ആ പിശാച് മോർന്ന് അവിടെ ഉണ്ടാവും. എനിക്ക് പേടിയാ. അത്രയ്ക്ക് അസത്താ? പിന്നല്ലാതെ. ആ ചന്ദ്രമതി ചേച്ചിനെ കൊന്നത് ഇയാളാന്ന് എല്ലാരും പറയണേ. വല്ല പാടത്തോ കുളത്തിലോ താത്തിട്ടുണ്ടാവുന്ന്. അയ്യോ, സത്യ? അവളോ? ഓക്കെ ഡി, ബൈ.
ഇന്നെന്താ തീറ്റ ഒന്നും കൊണ്ടുവന്നില്ലേ? എന്താ വഴക്കാണോ? പോരുതും പിന്നെ കുളത്തിലും കിട്ടില്ല, ചേറിലും കിട്ടില്ല. നീ എന്തിനാടി നായ നിന്റെ ഇടയില്? നിന്നെ ഇന്ന് ഞാൻ പെണ്ണുങ്ങളോട് നിന്റെ സൂക്കേട് ഇന്നത്തോടെ നിർത്തണം. ഇനി നിന്നെ നാട്ടിൽ കണ്ട കൊന്നാളെ ഇങ്ങോട്ട്. എടാ വിനായക, എന്റെ പൊന്ന്, എടാ വിനായക, എടാ പൊട്ട, എന്നെ അടിക്കല്ലേ, നിന്റെ പെണ്ണിന് ആ മുട്ട കേറി. ഇവനോട് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എടാ നിന്റെ പെണ്ണില്ലേ, നീ കെട്ടാൻ പോണ പെണ്ണ്, അവൾ ആ മുട്ട കേറി പിടിക്കണ്. വേഗം ചെന്ന് രക്ഷിക്കടാ പാവത്തിന്, വേഗം ചെല്ല്. என்ன பிரச்சனை? அந்த மாதிரி சண்டை போடுறதுக்கு என்ன பிரச்சனை? சொல்லு, சொல்றா. நான் எப்பவும் சொல்லி இருக்கல, அவர் எங்க போனாலும் கூட இருக்கணும்னு. என்ன பேச்சு வரலையா? என்னடா தெரியாதா? அவ ஒன்னும் சொல்லாம போயிட்டேன். தெரிஞ்சிருந்தா நாங்களும் கூட போயிருப்பேன். இது நாட்டிலே ஆகும் பிரச்சனை. நாட்டில என்ன? என்னடா யாருக்கு ஒன்னும் தெரியலையா? அவன் எங்க இருக்கா? என்னடா சந்தேகப்பட்டு நிக்கிறேன்? வாசவன் எங்கே தெரியாதா? தெரியும். சிங்காரம் வண்டி எடு. சரிம்மா. എന്നാലും அந்த பொട്ടம் இந்த மாதிரி மதிச்சிட்டே. ஐயோ
இங்க நல்ல ஸ்பேஸ் இருந்ததுனால அவன் ஏறி விளையாடிட்டேன். எல்லாம் என் கையால கொள்ளுது, நுறுங்கி நுறுங்கி போயாச்சு. என்ன ஊத்தடி சுடு எண்ணெய் எடுத்து என் கை மேலேயா ஊத்துது? ஐயா மேல தானே ஊத்த வேண்டது. அப்பா என் கையெல்லாம் எரியுது. ஐயா! ஏன் ஸ்லிப் ஆகுதே? இந்த உடம்பு பார்த்தா எவனுக்கும் ஆசை வரும். முட்டாய் தெருவிலே அல்வா மாதிரி இருக்கு. ஊத்து என்ன ஊத்து? என்னடி அறுவை கட்ட முண்டம் கல 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 மீறி கலையுதையா. சிங்காரம் நீ போ. அந்த காட்டு முக்கி போய் உத வாங்கி வந்திருக்கு. சிங்காரம் அம்மா எல்லாருமே கூப்பிடு. இவங்க வேதனை எல்லாமே கடல் கடந்து போனோம். ஆட்டம் பாட்டும் ஏதாவது செய். നീ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കും ശങ്കര. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? ഇനി അവൻ വലിയ കുഴപ്പത്തിനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി അടിയല്ലേ അടിച്ചേക്കുന്നേ. ഒരു കണക്കിലെ നന്നായി. ചിലപ്പോ ഇതോടെ അവന്റെ നാട്ടിലെ വെളച്ചിൽ അവസാനിക്കുമല്ലോ. എനിക്ക് എന്തോ വല്ലാത്തൊരാധിയ. എന്റെ കൊച്ചിന്റെ പേരും പറഞ്ഞ് അവൻ എന്നിലും തുടങ്ങിയതല്ല. അതൊന്നും കാര്യാക്കണ്ട. നീ ആ പിള്ളേരോട് ചോദിച്ച ഒരു തീയതി നിശ്ചയിക്ക്. നമുക്ക് ഈ കല്യാണം ഗംഭീരമായിട്ട് നടത്തണം, ഒരു കുറവുമില്ലാതെ. അതിന് പിള്ളേരെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തം നോക്കുക, ഉറപ്പിക്കുക. അത് മതി. എന്നാലും അവരോടൊന്നും ചോദിക്കണ്ടേ? അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കണ്ടേ. ഇതിൽ എന്താ അഭിപ്രായം? കൊച്ചിലേ മുതൽ എല്ലാരും ഉറപ്പിച്ചതല്ലേ. നീ തീയതി കുറിക്കടാ. ബാക്കി ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. അടിച്ചു പൊളിക്കണം നമുക്ക് ഈ കല്യാണം, അല്ലേ വേലപ്പ? പിന്നെ അല്ലാതെ. വേണേ കുടി. നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ല മോളെ. രക്ഷിക്കാൻ അധികാരമുള്ളവർക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ടല്ലോ. അതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു. ശരിയാ, കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ മോളെ. അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ചോദിക്കാൻ ചെന്നേ? പേടി കൊണ്ടാ മോളെ. ഓ, എന്നിട്ടിപ്പോ പേടിയൊക്കെ പോയോ? ചെല്ലു ചെല്ലു. മോനെ മോനെ ഡാ. അയ്യോ, എന്തൊരു പുന്നാരിപ്പ്. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. നീ ഇവനോട് ഒന്ന് പറഞ്ഞടി. ഇത്രയും നേരം ഇവൻ എന്നോട് പിണങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ആണോ? എങ്കിൽ കണക്കായി പോയി. ഇവിടെ ഒന്ന് പറയടി. അപ്പൊ ശങ്കരൻകുട്ടി ശരിക്കും തോറ്റു. തോറ്റു, 100 വട്ടം തോറ്റു. അതുകൊണ്ട് കാര്യമില്ല. തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം. ഏത്തോട്? ഏത്തോ? ആ, ഏത്തം. ഏത്തങ്കി ഏത്തം. 1 2 3 4. എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവനെ ചീത്ത വിളിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ? ശിവൻ കോയിലിൽ നിന്ന് കൈ കിട്ടിയെന്ന് മുതല് ഒരു ഇറുക്കിലി എടുത്ത് അടിച്ചിട്ടുണ്ടോ ഇവനെ? ഇവന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? അന്യനായിട്ടല്ലോ, എന്റെ മോനായിട്ടല്ലേ ഞാൻ വളർത്തിയത്, എന്റെ അപ്പുമായിട്ട്. മതി, ഇതിന്റെ പേരില് അമ്മാമയ്ക്ക് ഇനി ആദ്യം പിടിക്കാൻ വയ്യ. ഇവന്റെ ചിറകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എന്താ അമ്മാമ്മ ഇത് തീരുമാനിക്കട്ടെ. കുട്ടിക്കളിയൊക്കെ മതി,
ഇനി മുതല് ഈ കുടുംബം നോക്കേണ്ടത് മോനാ. നിന്റെയും ഇവളുടെയും കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. എന്താ നിന്റെ അഭിപ്രായം? എന്താ? അപ്പൊ ഉറപ്പിച്ചു. വിനുവേട്ടാ, നിക്ക്. നിക്ക് വിനുവേട്ടാ. ഏയ്. അമ്മു വാ. എന്താ എന്താ വിളിച്ചേ? ഒന്നുകൂടെ പറഞ്ഞേ. അമ്മു ദാ കണ്ടോ, ആകാശത്ത് അപ്പുപന്താടി പോലെ മേഘത്തുണ്ടുകൾ. എന്തു ഭംഗിയല്ലേ? താങ്ക് യു. വർണ്ണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനയെ ചേനയാക്കാം, ചേനയെ പേനയാക്കാം, പേന വേണമെങ്കിൽ പേനുമാക്കാം. ലോക പ്രശസ്ത മജീഷ്യൻ കോട്ടയം പുഷ്പരാജിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ലോക പ്രശസ്ത മജീഷ്യൻ എ ജാഫർ കുന്നംകുളത്തിന്റെ മായാജാല പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും മാന്യരല്ലാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇതെന്താണ്? അതെ, മലയാളത്തിൽ പാലെന്ന് പറയും, ഇംഗ്ലീഷിൽ മിൽക്ക് എന്ന് പറയും, ഹിന്ദിയിൽ ദൂത് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ മിൽക്ക് ദൂത്. ഓക്കെ, വരൂ. എന്താ മോന്റെ പേര്? ബിനീഷ്. ഫിനിഷ് ആവാതെ നോക്കണം, പേടിക്കണ്ട കേട്ടോ. ഈ സ്ട്രോ വായിലേക്ക് വെച്ചോ. അങ്കിൾ പറയും വലിക്കണം. ഈ കുട്ടി ഈ സ്ട്രോ വായിൽ വെച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാൽ എങ്ങനെ തീരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വലിച്ചോ. പശുവും പാല. അതെ, നിന്റെ അഭ്യാസം കൊണ്ട് ചെലവാകത്തില്ല. ഇതാണോ മാജിക്? ഇതല്ല മാജിക്, ഇത് മാജിക് ആണെന്ന് ഞാൻ പറഞ്ഞു. തോക്കി കയറി ഇവിടെ വെക്കല്ലേ. പല മജീഷ്യന്മാരും കാണിക്കുന്ന ഒരു ഐറ്റമാണിത്. ഒരു പെൺകുട്ടിയെ 2 പീസാക്കി മുറിച്ചിട്ട് വീണ്ടും യോജിപ്പിക്കുക. ഈ മാജിക് ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ്. തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലൊരു മാജിക് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മെച്ചമേൽ കിടത്തി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാൻ 16 പീസാക്കി വെട്ടി 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 മുറിച്ചു മാറ്റി. അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുക. നീ ഇവിടെ വന്നോ? ഞാൻ എവിടെയും വരും. നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ അത് ടവറിൽ കാണും. ഉപദ്രവിക്കരുത്. സുഹൃത്തുക്കളെ, ഞാൻ അവതരിപ്പിച്ച മറ്റൊരു മാജിക് ആയിരുന്നു വാട്ടർ എസ്കേപ്പ്. ഇതേപോലുള്ള വാട്ടർ എസ്കേപ്പ് അല്ല, ഇത് മറ്റൊരു വാട്ടർ എസ്കേപ്പ്. അതായത് എന്റെ ദേഹത്ത് ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി 56 താഴിട്ട് പൂട്ടി എന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് വള്ളക്കാരുള്ളത് കൊണ്ട് ഈ പന്നി രക്ഷപ്പെട്ടു. അവിടുന്ന് മുങ്ങിട്ട് ഇപ്പൊ ഇവിടെ പൊങ്ങിയത്. നിനക്ക് ഈ തറ പരിപാടി ഇവിടെ തുടരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാനൊരു ഐറ്റം പറയും, അത് നീ കാണിക്കണം ഇവിടെ. അതിൽ നീ വിജയിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഇല്ലെങ്കിൽ മജീഷ്യന്മാര് നീ ഇപ്പൊ പറഞ്ഞില്ലേ, അതുപോലെ നിന്നെ ചങ്ങലിലിട്ട് പൂട്ടിയിട്ട് വക്കോലിട്ട് തീയിടും. അത് വേണോ? വേണം. ഇവിടുത്തെ നാട്ടുകാർക്ക് ചുട്ടിറച്ചി ഭയങ്കര ഇഷ്ട. ശരി ചേട്ടാ, എന്താന്ന് വെച്ചാ പറ, ഞാൻ കാണിക്കാം അതുപോലൊക്കെ. ശരി, ഇവിടെ മെഴുതിരി ഉണ്ടോ? കിട്ടി. നിസ്സാരായിട്ടാ. ഇതിനെ നിന്റെ വായുടെ അവിടുന്ന് ഒരു ചാണകലെ ഞാൻ കത്തിച്ചു വെക്കും. നീ അത് ഊതിക്കെടുത്തണം. ഇത്രേ ഉള്ളൂ. ഈ അകലത്തിൽ ഞാൻ ഊതിക്കെടുക്കണം. ഇത് ഏത് കൊച്ചുപിള്ളേർക്കും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഊതിക്കെടുത്തിട്ട് അത് കഴിഞ്ഞ് എന്റെ ഒരു പുതിയ നമ്പർ കാണിച്ചത്, അടിപൊളി നമ്പർ, ഇതുവരെ ഒരു മജീഷ്യൻ കാണിക്കാത്ത വ്യത്യസ്തമാർന്ന നമ്പർ ഞാൻ ഊതിക്കെടുത്തിട്ട്. കടല്ലേ നിന്റെ സംസാരം തീർന്ന കഴിഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചാണകലം ഒന്ന് പിടിച്ചോ. ഇത് ഓക്കണല്ലോ. ഊതാൻ പറ്റേ. ഇത് ഒരു ചാണകലല്ലേ? അതെ അതെ, കറക്റ്റ് ആണല്ലോ.
ഇനി നീ ഊതിക്കെടുത്ത് ഊതടാ. എടാ എന്റെ മുഖത്തല്ല ഇത് ഊതിക്കെടുത്തടാ. കെടുത്തടാ. ഇത് ചതി, ഇത് ചതി, ഇത് ആരെ കൊണ്ട് ഊതിക്കെടുക്കാൻ പറ്റില്ല. ഇത് ചതി. എങ്ങനെ ഊതിക്കെടുത്തു? ചതിയാ. എടാ വൃത്തികെട്ടവനെ, ആ വക്കീലും ചങ്ങല റെഡിയാക്കടാ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. അവൻ പോയോ? പോയി. ഇതാണ് പറയുന്നത് മജീഷ്യൻ എസ്കേപ്പ്. അവന്റെ ഷോട്ട്. ആ കുപ്പിയിലിരിക്കണത് മോദിയിട്ട് ഇതും കൂടെ എടുത്ത് കുടിക്ക്. എണീറ്റേ, എണീക്ക്, എണീക്കാൻ. കിടക്കവിടെ, ഇപ്പൊ ശരിയാക്കി തരാട്ടോ. അത് ശരി, അപ്പൊ ഇവിടെ എഴുന്നേറ്റിട്ടില്ലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അമ്മമ്മേ, 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 അമ്മമ്മേ. ഇന്നലെ കടയിൽ വന്ന് വയറ് വേദനിക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ അറിഞ്ഞില്ല അച്യുതൻകുട്ടി. നമ്മളെ ശങ്കരന് കരയില്ലേ? വയറ്റില് ക്യാൻസർ ആയിരുന്നു കേട്ടെ. അമ്മു മോളെ സമയമായി. മെനു മോനെ വാ, എഴുന്നേക്ക്. കരയില്ലേ? എഴുന്നേക്ക്.
ചായ ആയില്ലേ പച്ചരേട്ടാ? ഇപ്പൊ ആവും. പാലെത്തിയില്ല. അവൻ വന്നു തുടങ്ങിയില്ലേ? ഓ, പാല് വാങ്ങാൻ പോയിരിക്കുക. എത്രയെന്ന് വെച്ചാ വീട്ടിലിരിക്കുക. ഓരോരുത്തർ സമയം തയ്ക്കാതെ പോകുമ്പോ ജീവിച്ചിരിക്കുന്നവരല്ലേ കഷ്ടത്തിലാവുന്നത്. എന്നാലും ശങ്കരേട്ടൻ ആരെയും അറിയിക്കാതെ ഇത്രയും നാളും കൊണ്ടു നടന്നത് അതിശയം. എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണേന്ന് കരുതി കാണും. എന്തായാലും നല്ല മരണമാണ് അവന്റെ. ഇത് ഇങ്ങനെയല്ല ഇടുന്നത്. ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ കാണിച്ചുതരാം. ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ 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 ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇട്ടോളാം. താനാരാ? എന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങനെ കുത്തിയിരുന്ന് കരു നീക്കി കളിക്കുമ്പോ കൈയുടെ കുഴയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഒരു 100 കിലോയുടെ പഞ്ചസാര ചാക്ക് ഇങ്ങനെ കുനിഞ്ഞു എടുക്കുമ്പോ നടുവിന്റെ ഈ ഭാഗത്ത് ഒരു വിലക്ക് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട്. ഈ ലോറിയിൽ നിന്നും ഉപ്പിന്റെ ചാക്ക് എടുത്ത് ഇങ്ങനെ തലേ വെക്കുമ്പോ ഈ പെടലിക്ക് ഒരു വേദന വന്നാറുണ്ടോ? ഉണ്ട്. ഇതേപോലെയുള്ള വേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്ക് പോകാതിരിക്കണം. അപ്പൊ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ജോലിക്ക് പോകാം. എന്റെ ഈ നെഞ്ചുളുക്കി പഞ്ചപടക തൈലം ഉള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് ഏത് ജോലിക്കും പോകാം. ഏത് വേദനയും മാർക്കിട്ടും. ഒടിവേ ചതവ ഉളുക്ക ഇതിന് ബെസ്റ്റ് ആണ്. ഇത് 2 തുള്ളി എടുത്ത് വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ അമർത്തി തിരുമിയാൽ മതി. ഏത് വേദനയും പമ്പയല്ല സന്നിധാനം വരെ കിടക്കും. ഒന്ന് മണത്ത് വയ്ക്കേ. ഒന്ന് മണത്ത് നോക്കേട്ടാ. അത് കുളിക്കാത്തോണ്ട് നല്ല മണമുള്ള തൈലമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവിയോ കിഴിയോ പിടിക്കേണ്ട അത്രയ്ക്ക് ബെസ്റ്റ് തൈലമാണ്. വെറും 2 തുള്ളി ഇങ്ങനെ തടവി അങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഇത് കമ്പനി വിലക്ക് കൊടുക്കുകയാണ്. കമ്പനിയൊക്കെ വിലക്ക് കൊടുത്താൽ നീ എങ്ങനെ ജീവിക്കൂടാ? ഒരു മിനിറ്റ്. അതെ ചേട്ടാ. ചേട്ടാ ഇവിടെയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ ഒതുക്കി. ചേട്ടൻ 24 മണിക്കൂർ എന്റെ പുറകെ നടക്കുന്നത്. നടക്കും. എടാ നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ ചേട്ടൻ എവിടെയെങ്കിലും കണ്ടോ? എന്റെ അടുത്ത് എന്തിനാ കാണുന്നത്? നിന്നെ കാണാൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? എന്റെ കാമ എന്നെ അടിച്ചോണ്ടോ ഞാൻ ഈ കോലത്തിലായി. അതാണ് ചേട്ടന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കാം. ഓ, നീ ആക്കെടുത്തോളം മതി. ഇനി നീ എനിക്ക് ആക്കല്ലേ. ഇവിടെ നിനക്ക് എന്താ തട്ടിപ്പ് പരിപാടി? അയ്യോ, സത്യമായിട്ട് തട്ടിപ്പ് പരിപാടിയല്ല. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന തൈല ബിസിനസ് ആണ്. വാദത്തിനും എല്ലാത്തിനും കൊള്ളാം. ഒടിവോ ചതവോ ഉളുക്ക ഉണ്ടായി കഴിഞ്ഞാൽ 2 തുള്ളി എടുത്ത് അമർത്തി തേച്ചാ മതി. പിന്നെ ആവിയോ കിഴിയോ പിടിക്കേണ്ട. അതാണ് ബിസിനസ്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച് കൊളവാക്കരുത്. ഇല്ല, ഞാൻ മിണ്ടില്ല. നീ പൊക്കോ. വാക്കാണ് വാക്ക്. പ്രിയപ്പെട്ടവരെ, വാദം, വാദത്തരിപ്പ്, തരിപ്പ്, തണ്ടൽ വേദന, ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, തല ഉത്തരത്തിലടിക്കുക, വീണ്ടും പഴയപടി കവന്ന് കിടക്കുക, കൈകാൽ കഴുപ്പ്, ഛർദിക്ക് വേദന, ഒടിവ ചതവ്, ഉളുക്ക, കാൽക്കൊച്ചി കഴുപ്പ് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും പറ്റിയ ഒരു ഉഗ്രം തൈലമാണിത്. ഒരു മിനിറ്റ് ചേട്ടാ. പിന്നെ ഒടിവോ ചതവോ ഉളുക്കൊണ്ട് തേക്കാം. ആവിയോ കിഴിയോ പിടിക്കേണ്ട. വില നിസ്സാരമാണ്. വീട്ടിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള തള്ളന്മാരുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള വേദന മാർക്കിട്ടും. ആവിയും കിഴിയൊന്നും കൊടുക്കണ്ടോ? കിഴിയോ പിടിക്കണ്ട. അതാണ് ഇതിൽ ആരും ഇടപെടരുത്. ഇവൻ പറഞ്ഞ് ഒടുവിനും ചതവിനും ബെസ്റ്റ് ആണ് എണ്ണയെന്ന്. ഇങ്ങടുക്ക് മക്കളെ. ജാഫറെ ഒടിഞ്ഞോടാ കാല്. നീ പേടിക്കണ്ട. ഇതില് 2 തുള്ളി തേച്ച് പിടിപ്പിച്ചാ മതി. പിന്നെ ആവിയോ കിഴിയോ ഇതിന് കൊടുക്കണ്ടാ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, ശങ്കരേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ എന്തിനാ നീട്ടുന്നേ? മോളും ഇങ്ങോട്ടേരി. അവൾക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്ന് അറിയണമല്ലോ. അവക്ക് എന്താ അഭിപ്രായം? ഇതങ്ങടെ എത്രയും പെട്ടെന്ന് നടത്തണം, അത്ര തന്നെ. അല്ലേ അമ്മ? ഇനി ഇവിടെ അന്യരെ പോലെ കഴിയാന്ന് വെച്ചാ അത് ശരിയാവില്ല. അതും ശരിയാണ്. ശങ്കരേട്ടൻ ഉണ്ടായിരുന്നപ്പോഴുള്ള സ്ഥിതിയല്ലല്ലോ. നാട്ടുകാരെ കൊണ്ട് വർത്തമാനം പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കരുത്. എന്ത് നാട്ടുകാരെ പിടി. കുട്ടികൾക്കൊരു ജീവിതം വേണം. അല്ല, എന്നാ ജാനുവരത്തി ഈ വകയിൽ ഒരു ഊണ് കിട്ടുക? അതൊരെണ്ണം കടയിൽ നിന്ന് തന്നെ കഴിച്ചാ മതി. എന്നിട്ട് അത് എന്റെ പേർക്കാക്കിക്കോ. ഇവനെന്താ ഒരു മൈൻഡ് ഇല്ലാതെ? കുടുംബത്തിന്റെ കാരണവരാ നീ. അയ്യോ, നെന്നെ അവളെ കൂടി കൂട്ടിക്കെട്ടാൻ കല്യാണം. ഒഴിക്കട വരണം. എന്താടാ വല്ലാണ്ടിരിക്കുന്നേ? മിണ്ടരുതൊരുത്തനും. എന്റെ ആശാനെ ആ പൊട്ടൻ തല്ലിച്ചിട്ടിട്ട് നീയൊക്കെ ഇത്രയും കാലം മിണ്ടാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നക്കിക്കൊണ്ടിരുന്നില്ലേ? എടാ കൂറ് വേണോടാ, കൂറ്. വാസവ, അത് പിന്നെ ഞങ്ങൾ ആ സമയത്ത് വേണ്ട.
വാസവനാരുടെ സഹായം വേണ്ട. എനിക്കറിയാം നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. പോരാത്തതിനാ പൊട്ടന്റെ അമ്മൂന്റെ കല്യാണം ഉറപ്പിച്ചെന്നേ. ഇല്ല, അവൾ വാഴില്ല. അവന്റെ പെണ്ണായിട്ട് അവൾ വാഴില്ല. അശനെ ഞാൻ വേണ്ട, ആരും വരണ്ട. പൊന്നിച്ചാമി 6300, എമ്മൻ തങ്കവേലു 10800, ഡബ്ല്യു ശിവശങ്കരൻ 4500, പി തങ്കമ്മ 3800, കുഞ്ചിലക്ഷ്മി. துட்டு கொடுக்கும்போது என்ன ஒரு பாசம், திருப்பி கொடுக்கணும்னா கை வராதே. பொன்னிச்சாமி 2 வாட்டி தப்பிச்சாச்சு. அன்னைக்கு வாசன் இருந்தானா? இல்லையே. பின்ன எப்படிடா கிடைக்கும்? வா வா. எங்கடா அவன்? அது அவ ஊருக்கு போயாச்சு. எதுக்கு? அவ சொன்னானா? சொல்லடா, அம்மா கிட்ட சொல்லி. அது எப்ப திருப்பி வரும்? அதுவும் சொல்லலையா? அதுவா, அது அதுவும் தெரியாதா? பின்ன என்னதான் தெரியும்? உனக்கு ஊரு தெரியுமா? எவன் நிறைய போயிருக்க. அப்படியா? ஊர் எப்படி கண்ணா? அது ഞാൻ சொல்லடா, எப்படி? പാടം നിറയെ വയലായിട്ട്, അതിൽ കൊളായിട്ട്, പിന്നെ പറമ്പായിട്ട്, പിന്നെ വീടായിട്ട്. என்னடா சொல்றேன்? வீடு தெரியுமா? அது மட்டும் சொல்லு. சிங்காரோ, இவன் கூட போ. அவ எங்க இருந்தாலும் அவனை கூட்டிட்டு வா. புரிஞ்சுதா? புரிஞ்சுது. நடக்கடா. வாடா கண்ணா. இங்க நிறைய வேலை இருக்கு. இவன் எதுக்கு இந்த நேரத்துல ஊருக்கு போனோம்? இனிமே எங்கேயும் போக கூடாது. அவ இங்க தான் இருக்கணும். அவங்கிட்ட சொல்லி வைங்க. வந்தா சரிங்க. போங்க. എവിടായിരുന്നു നീ ഇതുവരെ? ഒരെണ്ണം തീ തിന്ന് വീട്ടിലിരിക്കുന്ന ഓർമ്മയുണ്ട് എനിക്ക്. നീ ഇതുവരെ എവിടായിരുന്നു? കേറ് കേറ്. നീ ചവിട്ട് കേറ്. അല്ല, ആശാനൊന്നും പറഞ്ഞില്ല. ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നിന്നോട് ആരോടാ പറഞ്ഞേ നായേ? അമ്മ ചൊല്ലിയിരിക്കேன், அங்க நிறைய வேலை ഉണ്ട്. ഇതൊരു പണ്ടാരടങ്ങലല്ല. അണ്ണ, മുത്തുലക്ഷ്മിയൊക്കെ അവിടെ അണ്ണനെ കാണാതെ. അവരെന്താ എന്നെ കാണാതെ ചത്തു? അങ്ങനെ പറയരുതണ്ണ. കണ്ടിപ്പാ ഉങ്ങളെ കൂട്ടിട്ട് വരണമെന്ന് അമ്മ പറഞ്ഞു. അത് തന്നെ ഞങ്ങൾ ഈ നേരത്തിലേ വന്നു. ആണോ? എങ്കിൽ വന്ന പോലെ തന്നെ മക്കളങ്ങ് തിരിച്ചു പോ. അണ്ണ എന്നാണ് പ്രശ്നം? പറയണ്ണ. വേണ്ട, ഞാൻ പറയും. അത് നീ അനുസരിച്ചാ മതി. ഇവനെയും വിളിച്ചോണ്ട് പോടാ. അയ്യോ, അങ്ങനെ അണ്ണ, അപ്പൊ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോ മനസ്സിലാവില്ലടാ നായേ. ഓ, വാസവനെ പ്രാന്ത് തെറ്റാതെ പോ. പോടാ. അപ്പം മുത്തുലക്ഷ്മി പത്തി വിടർത്തി തുടങ്ങി. சொல்லு, உனக்கு புரிஞ்சதெல்லாம் சொல்லு. சொல்றா. உனக்கு எல்லாமே தெரியும். உனக்கு மட்டும் தான் தெரியும். சொல்லு கண்ணா, சொல்லு. அவனுக்கு என்ன பிரச்சனை? அது
ഞാൻ പറഞ്ഞതെല്ലാം സത്യ. എനിക്ക് ഇത്രേ അറിയാവൂ. ആ. ഇതൊന്നും വേണ്ട. ചിങ്കാരോ, செம்பகோ, எல்லாரும் வாங்க. வந்துட்டேன். என்ன அம்மா? நான் ஒரு முடிவுக்கு வந்திருக்கேன். நாளைக்கு எனக்கு கல்யாணம். என்ன எல்லாரும் சந்தேகப்படுறீங்க? சொல்றது நிஜம்தான். சிங்காரம், வேண்டிய வேலைகள் எல்லாம் சீக்கிரமா செஞ்சிடு. சரிம்மா. അമ്മ, അണ്ണൻ വന്നു. എന്താണ് അവിടെ വിശേഷം? അതല്ലേ ഞങ്ങൾ ഇന്നലെ വന്ന് വിളിച്ചു. അമ്മ வந்தாச்சா? உள்ளே வா. சாப்பிடு கண்ணா, சாப்பிடு. அம்மாவுக்கு கல்யாணமா? அச்சோ, மெதுவா சாப்பிடு. இந்தா தண்ணி குடி. மெதுவா. அந்த ஊம பையன் தானே கெட்டிக்க போறேன். அதுக்கு நீ ஏன் டென்ஷன் அடிக்கணும்? ஐயோ, குடிச்சிட்டியா? என்ன பசிக்கலையா? சொல்லு. என்ன இங்க என்ன விசேஷம்? அது சொல்றேன். ദാ എന്താ ഇതെല്ലാം? കസവുവേഷ്ടി ഉനക്ക് നല്ലവേ ചേരും. ഇത് പിടി. പിടിച്ചാച്ചാ? എന്താ എന്താ നിന്റെ ഉദ്ദേശം? ഓ സോറി, அது வந்து மேட்டர் சொல்லலையே. இன்னைக்கு சாயங்காலம் நம்ம கல்யாணம். அந்த ஊம பையனும் பெண்ணுக்கும் கல்யாணத்துக்கு முன்னாடியே இது நடக்கணும். சந்தோஷாச்சா? என்ன என்ன கல்யாணம் பண்றதுக்கு ஏதாவது கஷ்டம் இருக்கா? என் புருஷன் போனதுக்கு அப்புறம் நான் நின்ன மாத்திரம் இஷ்டப்பட்டு இனி முதல் நீ தான் என் புருஷன். என்ன எனக்கு பிடிக்கலையா? அம்மா, நான் பயந்துட்டேன். உனக்கு என்ன பிடிக்காதுன்னு நான் பயந்துட்டேன். ഒരു തോലിച്ചരട് കൊണ്ട് വാസവന് തുളച്ചിടാമെന്ന് കരുതി കൊച്ചിലെ മുതൽ ഒത്തിരി ആശിച്ചതാടി. ഓ മോനെ, വാസവന്റെ വഴി വാസവൻ തന്നെ തീരുമാനിക്കൊടി. അതിന് തടസ്സം നിന്നാ ഇതാ ഗതി. ഇല്ലില്ല, തീവ്രവാദമായിട്ട് നമ്മുടെ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. മോനെ ഒന്ന് പൊക്കി കെട്ടിക്ക. ഒരല്പം കൂടി. നിങ്ങളെ പണി അവിടെ എത്തി. ഇത് കെട്ടി തീർന്നാ പണി തീർന്നു. പിന്നെ മേശയും കസേരയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടില്ലേ? ഇനി അന്നേരം തീർന്നു ഓടാൻ പറ്റില്ല. ആ ട്യൂഷനും ബാക്കിയുള്ളതൊക്കെ കാലത്ത് തന്നെ എത്തിക്കാന്ന് പറഞ്ഞു. കാലത്ത് അതിനൊന്നും ഓടാൻ ഇവിടെ ആളെ കിട്ടൂല. അതെ,
അത് അയാൾ തന്നെ കൊണ്ടുവന്നേക്കാ പറഞ്ഞു. ആര് കൊണ്ടുവന്നാലും സമയത്തിന് സാധനം വേണം. സാധനമൊക്കെ കലവറിലൊക്കെ അടിച്ചു ആ പടവലങ്ങയൊക്കെ ആവശ്യത്തിന് എടുത്ത് വെക്കണം. എന്നോടും കൂടി ചെല്ല്, നീ ചെല്ല്. അതെ സ്മോള് വല്ലതും ഉണ്ടോ? ഒന്ന് പോയാൽ അവിടുന്ന് മരണ വീടായാലും കല്യാണ വീടായാലും കള്ളു മുന്നിൽ വേണം. ഞങ്ങളുടെ പണി തീരെ രാവിലെ കെട്ട് സമയത്ത് ചെക്കനും പെണ്ണിനും വന്ന് അനുഗ്രഹിക്കുക, എന്നിട്ട് ഉച്ചക്ക് ചാപ്പാടടിച്ച് പിന്നെ ഈ പന്തല് സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കി കൊണ്ടുപോയാൽ പനി തീരുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കാശ് വല്ലതും വേണം. ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ മതി. പിന്നെ കലവറയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്നാലാണ് ഒരു ഫോണും ഉണ്ട്. അതേനെ വാ വാ വാ. കണ്ടോ, പട്ടിയുടെ പാല് 12 കൊല്ലം കോയലിട്ടാലും നീരൂല എന്ന് പറഞ്ഞ കേൾക്കാണ് ഇവന്റെ കാര്യം. അതെ, നീ ഇതൊക്കെ നിവർത്തിയിട്ട് നാളെ ഒരു ദിവസങ്ങളൊന്ന് വൃത്തിയായി നടക്കും. എന്നിട്ട് കണ്ടു. അതെ, കല്യാണ ചക്കനെ ഷർട്ടിന്റെ കൈയൊക്കെ നിവർത്തിയിട്ട് ഈ ബട്ടണൊക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് വേണം പന്തലിൽ വരാൻ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും, പക്ഷെ അനുസരിക്കില്ല. അതൊന്നും കുഴപ്പമില്ല, അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അതെ, നാളെ നമ്മുടെ അമ്മുക്കുട്ടിനെ കണ്ടോ, നല്ല സുന്ദര കുട്ടിയായിരിക്കും. എടാ മരകുമട താത്ത് മണവാളനാ, മണവാളൻ. അല്ല, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ചിരിച്ചു കളിച്ചിരുന്നാ മതിയാ? അത് ശരിയാ, നേരെ ഒത്തിരിയായി. ഇനി പോവാനുള്ള പോയിട്ട് നാളെ നേരത്തെ ഇങ്ങോട്ട് വരിക. രാത്രി ഇവിടെ ഇപ്പൊ ആളുടെ ആവശ്യം എന്താ? പായസം കൂടി ഇറക്കിയാ പണി തീർന്നില്ലേ? അതെ, മുഹൂർത്തം 9:30ക്കും 10 മണിക്കും. അതെ, 10 മണിക്ക് എനിക്ക് ജില്ലാ കമ്മിറ്റി ഉള്ളതാണ്. അതിന്റെ പേരിൽ മുഹൂർത്തം നമുക്ക് 8 മണിക്കാക്കാൻ പറ്റും. ഒരേക്കാക്കി തന്നാലോ? സൗകര്യം. ചടി തന്നാലോ? പാചകക്കാരടുത്ത് ആരും നിക്കണ്ടേ? നിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പണി തീരാണ്ട് ഒരെണ്ണത്തിന് ഒരു തുള്ളി തൊടിക്കരുത്. അതെ, അത് ശ്രദ്ധിച്ചാ മതി. 2 നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, ഇരുന്ന് മനോരാജ്യം കാണാണ്ട്. വാ, അവര് കുറച്ചേരം കിടക്കട്ടെ, അമ്മ വരട്ടെ, നാളെ നേരത്തെ. പോട്ടട കള്ള. ഉറങ്ങിയോ? നല്ലയാളാ. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ അടുപ്പിൽ തീ അണച്ചിട്ട് കിടക്കാവുന്ന്. പാചകക്കാരും കൊള്ളാം, നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാരും കൊള്ളാം, എല്ലാം നല്ല സേവയ്ക്ക് പോയിട്ടുണ്ടാവും. കേട്ടോ, കൊച്ചിലെ മുതല് മോഹിച്ചതാടി. കാണട്ടെ, നിന്റെ കൈക്കരുത്ത് കാണട്ടെ. വിളിക്കടി. നിന്റെ ഈശ്വരന്മാര് വന്ന് വിളിച്ചാ പോലും പൊട്ടക്കൊണാപ്പം വെടി കേൾക്കില്ലടി. വിളിക്കടി.
ഭണ്ഡാരി എണീക്ക്, നേരം വെളുത്തിട്ടാ. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? എണീക്ക്, എണീക്കടാ. എന്തുറക്കാടാ ഇത്? നേരം വെളുത്ത്. ചെല്ല്, വേഗം ചെന്ന് റെഡിയാവും. അമ്മു, കട്ടനായോ മോളെ? അതേടാ. വേഗം ചെല്ല്. മതി, എഴുന്നേറ്റെ. ഈ ഇട അത്ര സേഫ് അല്ല. അറിയാം, പക്ഷേ എനിക്ക് ഒരാളെ കൂടെ കണ്ടിട്ട് വേണം വരാൻ. നിനക്ക് എന്താ പറ്റിയേ? പോലീസ് നാട് മുഴുവൻ തരുന്നുണ്ട്. ആ ശിങ്കാരം മൊഴി കൊടുത്തിട്ടുണ്ട്. പാവം, അവനൊരു നേർച്ചക്കോഴിയാ. കുട്ടൂസന്ധ്യടാ. മുത്തുലക്ഷ്മിക്ക് നിന്നെ ഒറ്റിക്കൊടുത്ത അന്ന് മുങ്ങിയതാ. ഞങ്ങള് കുറെ തപ്പി. ഇവിടെ ഇങ്ങനെ കൂടുതൽ ഇരിക്കുന്ന അപകട. എനിക്ക് പോവാം. ഭയമുള്ളവർക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, അവൻ വന്നിട്ടേ എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാനൊക്കൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും അവൻ വരും. എങ്കിൽ പിന്നെ ആരും വന്നെത്താൻ ഇടയില്ലാത്ത ഒരിടത്തേക്ക് പൊയ്ക്കൂടെ നമുക്ക്? ഒളിച്ചോട്ടം. വാസവൻ അത് ഇന്ന് വരെ ശീലമില്ല.
കാത്തിരുന്ന മുഹൂർത്തം ഇപ്പതാ ഇങ്ങനായി. അയ്യോ എന്റെ ഈശ്വരന്മാരെ ചതിച്ചല്ലോ. മോളെ അമ്മ അമ്മ എന്താ അമ്മ ചെയ്യാ? മോളെ അമ്മോ മോളെ അമ്മേ അങ്ങോട്ട് നോക്ക്. അയ്യോ
എവിടേക്കാ എന്ത് ചെയ്ത് അടിച്ചു കൊല്ലടാ അവനെ. ഇനി അവനെ വെച്ചേക്കാം